വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2024-25 അധ്യയന വർഷത്തേക്കുള്ള PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ നൽകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വീട്ടിൽ പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ കേരളത്തിലെ മറ്റു യൂണിവേഴ്സിറ്റികളൊക്കെ PG അഡ്മിഷൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും PG അഡ്മിഷനായിട്ട് ഓൺലൈൻ അപേക്ഷ കഴിഞ്ഞ ദിവസം ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് നിലവിൽ ഡിഗ്രി കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും 22/6/2024 വരെ PG അഡ്മിഷന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള പ്രധാനപ്പെട്ട ഗവൺമെൻറ്, അതേപോലെ തന്നെ എയ്ഡഡ്, അൺഎയ്ഡഡ്, അതായത് സെൽഫ് ഫിനാൻസ്, ഈ 3 കാറ്റഗറിയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. അതിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ ഫീ ഇല്ലാതെ ജസ്റ്റ് എക്സാം ഫീ മാത്രം കൊടുത്തുകൊണ്ട് ജസ്റ്റ് പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള കോളേജുകളാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജ് വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് അൺഎയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിൽ വിദ്യാർത്ഥികൾ ഓരോ സെമസ്റ്ററിലും നിശ്ചിത ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട കോളേജുകളായിരിക്കും. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അപേക്ഷ കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പരമാവധി 10 ഓപ്ഷൻസാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു 10 ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഓപ്ഷനുകൾ പരമാവധി ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ തന്നെ കൊടുത്തതിന് ശേഷം വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ കൂടി കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അപേക്ഷ ഫീ ആയിട്ട് കൊടുക്കേണ്ടത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ 470 രൂപയും SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ 195 രൂപയുമാണ് വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ നേരത്തെ ഡിഗ്രിക്കൊക്കെ അപേക്ഷ കൊടുത്ത അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് വെക്കണം. ഈ പ്രിൻ്റ് ഔട്ടൊന്നും വിദ്യാർത്ഥികൾ എവിടെയും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നീട് അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ മാത്രം കോളേജിൽ ഹാജരാക്കുക ഈ പ്രിൻ്റ് ഔട്ടൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നിലവിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇനി അപേക്ഷ കൊടുത്തതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷൻസും 22/6/2024 വരെ അവൈലബിൾ ആണ്. അത്തരത്തിൽ അപേക്ഷ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഓപ്ഷൻസ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, ഇപ്പോൾ കൊടുത്ത ഓപ്ഷൻസ് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വെയിറ്റേജ് വിട്ടുപോയിട്ടുണ്ട്, NSSO NCCO അങ്ങനെ എന്തെങ്കിലും വെയിറ്റേജ്, അല്ലെങ്കിൽ നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെടുന്ന SCBC വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ കേസ് കൊടുക്കാൻ വിട്ടുപോയി, അങ്ങനെ എന്തെങ്കിലും വെയിറ്റേജ് അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വീണ്ടും നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ഓപ്ഷൻസുമായി വിദ്യാർത്ഥികൾക്ക് 22/6/2024 വരെ അപേക്ഷയിൽ തിരുത്തലുകൾ എഡിറ്റ് ഓപ്ഷൻ വഴി വരുത്തുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് എഡിറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ അതിനുശേഷം ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി വെരിഫൈ ചെയ്ത് ഫൈനലായിട്ടുള്ള പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ഫൈനൽ PDF ഒന്നുകൂടി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള PDF നിർബന്ധമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയോ ചെയ്യണം. കാരണം എത്ര തവണ നിങ്ങൾ എഡിറ്റ് ചെയ്തോ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത ആ ഒരു PDF ആണ് പിന്നീട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത്. ഈ ഒരു കാര്യം പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ജനറൽ, അതായത് മാനേജ്മെൻറ്റ് കോട്ടയിലാണെങ്കിലും കമ്മ്യൂണിറ്റി കോട്ടയിലാണെങ്കിലും സ്പോർട്സ് കോട്ട, അതേപോലെ PD കോട്ട, അതേപോലെ മറ്റു വിവിധ സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും വിഭാഗത്തിൽ അപേക്ഷ കൊടുക്കുകയാണെങ്കിലും അത്തരത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഈ ഓൺലൈൻ അപേക്ഷ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. ഇനി മാനേജ്മെൻറ്റും അതേപോലെ തന്നെ സ്പോർട്സ് കോട്ട, NRI എന്നീ കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷന് ശേഷം നിർബന്ധമായിട്ടും അതത് കോളേജിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടതാണ്. ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ 10 കോളേജുകളാണ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നവരും ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ 10 കോളേജുകളിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കമ്മ്യൂണിറ്റി ഏത് വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ വിഭാഗത്തിൽ വരുന്ന കോളേജുകൾ ഒരു കോളേജ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന 10 ഓപ്ഷൻ നിങ്ങൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ കോളേജിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അതായത് 10 ഓപ്ഷൻസ് ഒരു ഓപ്ഷൻ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ വിഭാഗം കമ്മ്യൂണിറ്റിയിൽ വരുന്ന കോളേജിൽ ആ കോളേജ് നിർബന്ധമായിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട ആ കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ട ആ കോളേജിൽ നിങ്ങൾ ഈ പറയുന്ന 10 ഓപ്ഷൻ നിങ്ങൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ട കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കൂടി അപേക്ഷ കൊടുക്കുവാനും സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രോസ്പെക്ട്സ്, അത് കൂടുതലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പ്രോസ്പെക്ട്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒഫീഷ്യൽ വെബ്സൈറ്റൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അതായത് admission.uoc.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഏറ്റവും സ്ക്രോൾ ചെയ്ത് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ
നിങ്ങൾക്കിവിടെ PG എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ഓക്കെ, നാലാമത്തത് PG. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PG അഡ്മിഷൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേജിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രസ് റിലീസ് നമ്മൾ വായിച്ചു. പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോളേജുകളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് ഗവൺമെൻറ്, ഏതൊക്കെയാണ് എയ്ഡഡ്, അതേപോലെ ഏതൊക്കെയാണ് അൺഎയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഫീസ് സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം മാൻഡേറ്ററി ഫീ ആണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും മാൻഡേറ്ററി ഫീ ഡൗട്ട് ഉണ്ടാവും. അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാമത് കൊടുക്കുന്നത് ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീ ആണ്. അതുകൂടാതെ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റിയിൽ അടക്കാൻ രണ്ടാമത്തെ ഫീ ആണ് മാൻഡേറ്ററി ഫീ. അത് 540 രൂപയാണ്. രണ്ടാം തവണ അത് SC വിഭാഗക്കാർ 135 രൂപ. അതായത് അഡ്മിഷൻ സമയത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അടക്കേണ്ട ഫീ ആണ് മാൻഡേറ്ററി ഫീ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അതേ സമയങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 2 അലോട്ട്മെൻറ്റാണ് നിലവിലുള്ളത്. അതിനുശേഷം അഡ്മിഷൻ, അതായത് വിദ്യാർത്ഥികൾക്ക് സീറ്റ് ബാക്കി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വീണ്ടും അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് PG അഡ്മിഷൻ്റെ ഏകദേശം കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് 2023. നിങ്ങളുടെ അപേക്ഷ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ടോട്ടൽ എത്രയാണോ ഇൻഡെക്സ് മാർക്ക് ലഭിച്ചിട്ടുള്ളത് ആ ഇൻഡെക്സ് മാർക്കും അതേപോലെ കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് ആ ഇൻഡെക്സ് മാർക്കൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ കൊടുത്ത കോളേജിൽ അഡ്മിഷൻ സാധ്യത വളരെ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഫൈൽ വീണ്ടും ലോഗിൻ ചെയ്ത് എഡിറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾ ഏറ്റവും ചാൻസ് ഉള്ള കോളേജിൽ മാറ്റി കൊടുക്കണമെന്ന് കൂടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക, അതിനായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. PG CAP 2024 രജിസ്ട്രേഷൻ. അവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ ലോഗിൻ ഓർ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ അതിന് മുന്നോടിയായിട്ട് നിർബന്ധം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ന്യൂ യൂസർ CAP ID ക്രിയേറ്റ് ചെയ്യലാണ്. CAP ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും അതേപോലെ തന്നെ ഇമെയിൽ ഐഡിയും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറിലാണ് OTP അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വരിക. അതുകൊണ്ട് സ്വന്തം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നമ്പർ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ ജസ്റ്റ് കാണാൻ സാധിക്കും. ഓക്കെ, അതായത് ലോഗിൻ ഓർ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ന്യൂ യൂസർ ക്രിയേറ്റ് ID എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിൽ അതായത് OTP ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ആയിരിക്കും. അതിന് നിങ്ങൾ ജസ്റ്റ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മൊബൈൽ നമ്പർ cannot be changed. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഗെറ്റ് OTP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CAP IDയും അതേപോലെ തന്നെ സെക്യൂരിറ്റി കീയും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്നതായിരിക്കും. ആ CAP IDയും സെക്യൂരിറ്റി കീയുമാണ് പിന്നീട് നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വീണ്ടും ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ലോഗിൻ ഹിയർ എന്നുള്ളത് നിങ്ങൾ നേരത്തെ ലഭിച്ച ആ CAP IDയും സെക്യൂരിറ്റിക്കും ഇവിടെയുള്ള ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്. അതിനായിട്ട് നിങ്ങളുടെ SLC ബുക്ക് നിങ്ങൾ എടുത്ത് വെക്കുക. SLC ബുക്കിൻ്റെ കോപ്പി മുമ്പിൽ എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി തന്നെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആ SLC ബുക്ക് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ അതേ രീതിയിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് തെറ്റുവരുത്താതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അക്കാഡമിക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് തെറ്റുവരുത്താതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ഫോട്ടോ, നോർമലി നിങ്ങളെല്ലാ വിദ്യാർത്ഥികളും പല അപേക്ഷകളും കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോട്ടോ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 40 KB സൈസുള്ള നോർമലായിട്ടുള്ള 150-200 പിക്സൽ ഒരു ഫോട്ടോ ഓൾറെഡി നിങ്ങൾ മൊബൈൽ ഫോണിലുണ്ടെങ്കിൽ അതില്ലാത്തവർ ജസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഗാലറിയിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾ നേരത്തെ പല വീഡിയോയും കാണിച്ചതുപോലെ തന്നെ ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. അതേപോലെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നിർബന്ധമായിട്ട് ഇപ്പോൾ ഉള്ളത് തന്നെ ഉപയോഗപ്പെടുത്തുക. ശേഷം 10 ഓപ്ഷൻസ് വരെ നിങ്ങൾ പരമാവധി കൊടുക്കുക. പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, നിങ്ങളുടെ ATM കാർഡ് നമ്പർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിനേക്കാളും ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ UPI വഴി നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി തന്നെ നിങ്ങൾക്ക് എമൗണ്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ ഫൈനലി വെരിഫൈ ചെയ്യുക. അപ്പോൾ എല്ലാ ഡാറ്റയും കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം ഫൈനലി നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഒന്നുകിൽ നിങ്ങൾ PDF സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയോ ചെയ്യുക. പിന്നീട് നമുക്ക് അടുത്ത ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു പ്രിൻ്റ് ഔട്ടും അതേപോലെ തന്നെ പേയ്മെൻറ്റ് അടച്ച രജിസ്ട്രേഷൻ ഫീയും അതേപോലെ തന്നെ മാൻഡേറ്ററി ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടത്. അപ്പോൾ എന്തായാലും നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷാ സമയം 22 വരെ സമയമുണ്ട്.
തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ അപ്ഡേറ്റുകളും പരമാവധി നിങ്ങൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. കൂടാതെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഓരോ ഘട്ടങ്ങളിലും വിദ്യാർത്ഥികൾ ചെയ്യേണ്ട എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും MG, കേരള, കണ്ണൂർ ഉൾപ്പെടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രിയും PGയും B.Edഉം ഉൾപ്പെടെയുള്ള മുഴുവൻ കോഴ്സുകളിലും എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്ന ഈ ചാനൽ ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.